ഇ.പി. ജയരാജൻ എന്ന കരുത്തനായിരുന്ന CPIM നേതാവ് എങ്ങനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തായി? എക്കാലവും കൂടെ നിന്ന പിണറായി വിജയന് എന്ന് മുതലാണ് ഇ.പി. അനഭിമതനായത്? എന്തായിരുന്നു അവർക്കിടയിലെ തർക്കം? ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ വിശദമായി പരിശോധിക്കുകയാണ് ഇതിന് പിന്നിൽ നടന്ന വിവരങ്ങൾ. എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് ഓൺ റിപ്പോർട്ടർ. നോക്കാം ഇ.പി. വീണ വഴി. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നിൽ കണ്ണൂർ CPIM-ലെ വിഭാഗീയതയും. ഇ.പി.ക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ റിസോർട്ട് പരാതി വീണ്ടും ഉയർത്താൻ ഒരു വിഭാഗം തയ്യാറെടുത്തിരുന്നു. പി. ജയരാജനെ മുൻനിർത്തിയുള്ള ഈ നീക്കം പൊട്ടിത്തെറിയുണ്ടാക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. ഈ നിഗമനത്തിലാണ് പാർട്ടി സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് ഇ.പി.ക്കെതിരെ നടപടിയെടുത്തത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം എത്തുന്നു റിപ്പോർട്ടർ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് R. ശ്രീജിത്ത്. എന്തുകൊണ്ട് വിശ്വസ്തനെ പിണറായി വിജയൻ കൈവിട്ടു എന്നതാണ് നമുക്കറിയേണ്ടത്. ഇ.പി.ക്ക് മുഖ്യമന്ത്രിക്കുമിടയിലെ ഭിന്നത എന്തുകൊണ്ട്? ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. പി. ജയരാജനെ മുൻനിർത്തിയുള്ള നീക്കങ്ങൾ അതെന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം ഗുഡ് ഈവനിംഗ് ആർ ശ്രീജിത്ത്. നമ്മൾ ഒരു പൊളിറ്റിക്കൽ എക്സ്ക്ലൂസീവ് ആണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇ.പി.യെ മാറ്റി നിർത്തിയതിനു ശേഷം ഇ.പി. ഇതുവരെ അക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ആ പ്രതികരണം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അല്ലെങ്കിൽ ഒരു അഭിമുഖത്തിലൂടെ പുറത്തു വരാൻ പോവുകയാണ് ഈ ഓണക്കാലത്ത്. അതിനു മുൻപേ എന്തൊക്കെയാണ് അണിയറയിൽ നടന്ന നീക്കങ്ങൾ? കൃത്യമായി നമ്മൾ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിഗമനം എന്താണ് ആർ ശ്രീജിത്ത്? സുജിയ, ഗുഡ് ഈവനിങ്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും LDF-ന്റെ കൺവീനറുമായ ഇ.പി. ജയരാജനെ കഴിഞ്ഞ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അത് ഇതിൻ്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് LDF കൺവീനർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തിക്കാനുള്ള പരിമിതിയും ഒപ്പം തന്നെ BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയും. ഈ രണ്ട് കാരണങ്ങളാണ് അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് കാരണമായി നേതൃത്വം പറഞ്ഞത്. എന്നാൽ ഇതുമാത്രമല്ല ഇ.പി. ജയരാജൻ്റെ ഈ LDF കൺവീനർ സ്ഥാനത്തു നിന്നുള്ള പതനത്തിൽ കലാശിച്ചത് എന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കണ്ണൂർ ജില്ലയിലെ CPM നേതൃത്വത്തിലുണ്ടായ വിഭാഗീയതയാണ്, ചേരിതിരിവാണ് എന്നതാണ് വസ്തുത. അതായത് ഇ.പി. ജയരാജനെ തുടർച്ച് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പാർട്ടി നേതൃത്വത്തോടെ കലഹിച്ച് മാറി നിൽക്കുന്നതിലും ഒപ്പം തന്നെ മൊറാഴ ഉപ്പിടാങ്കുന്നിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉയർന്ന ആരോപണങ്ങളിൽ പാർട്ടി ഫലപ്രദമായ രീതിയിൽ നടപടിയെടുക്കുന്നില്ല, ഇടപെടുന്നില്ല എന്ന പരാതി കണ്ണൂരിലെ ഒരു വലിയ വിഭാഗം നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. ആ നേതൃത്വം ഇ.പി.യോട് പാർട്ടി നേതൃത്വം കാണിക്കുന്ന ഈ സൗമനസ്യത്തിൽ വളരെയധികം പ്രതിഷേധത്തിലുമായിരുന്നു. ഈ കാര്യത്തിൽ ഇ.പി.യുടെ ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഒപ്പം തന്നെ ഇ.പി.യുടെ മറ്റ് രാഷ്ട്രീയമായും സംഘടനാപരമായ വീഴ്ചകളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തില്ലെങ്കിൽ വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ, വലിയൊരു പ്രകോപനത്തിലേക്ക് പോകാൻ ഈ പാർട്ടി സമ്മേളന കാലത്ത് ആ വിഭാഗത്തിൻ്റെ ഇടയിൽ ധാരണയുണ്ടായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞാണ് ഇ.പി. ജയരാജനെതിരെ തിടുക്കപ്പെട്ട് പാർട്ടി സമ്മേളനം ആരംഭിക്കുന്നതിൻ്റെ തൊട്ടു തലേന്ന് ഈ LDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള കാരണം കണ്ണൂരിലെ പാർട്ടിയിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറി, അതിൻ്റെ ഭവിഷ്യത്തുകളെ ഓർത്തു തന്നെയാണ് എന്നാണ് വിവരം. ഇവിടെ റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഇ.പി.ക്കെതിരെ നടപടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതിനകം തന്നെ പുറത്തു വരുമായിരുന്നു. കണ്ണൂരിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവായ പി. ജയരാജനെ മുൻനിർത്തി ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന് മനസ്സിലാക്കിയത്. CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുടെ ജില്ലയാണ്, തട്ടകമാണ് കണ്ണൂർ. അവിടെ ഒരു വിഭാഗീയ ചേരിതിരിവ് ശക്തമാകുന്നത്, പൊട്ടിത്തെറി ഉണ്ടാകുന്നത്, അവിടുത്തെ സംഘടനാ കാര്യങ്ങളിൽ ഒരു വീഴ്ച ഉണ്ടാകുന്നത് ഒരു തരത്തിലും നേതൃത്വത്തിന് പുറക്കാവതല്ല. അത്തരം കാര്യങ്ങൾ മുൻകൂട്ടിക്കൊണ്ട് ഒരു അപകടം ഒഴിവാക്കുന്നതിൻ്റെ ഇടപെടൽ കൂടിയാണ് ഇ.പി. ജയരാജനെ ഈ കൺവീനർ സ്ഥാനത്തുള്ള തിടുക്കപ്പെട്ടുള്ള മാറ്റത്തിലൂടെ ഈ CPM നേതൃത്വം ചെയ്തിരിക്കുന്നത്. ആർ ശ്രീജിത്തിലേക്ക് വീണ്ടും എത്തണം. കാരണം ചില ചോദ്യങ്ങൾക്ക് കൂടി, അതായത് വൈദേകം ഉന്നയിക്കും എന്ന വിരട്ടൽ മാത്രമാണോ? എന്തുകൊണ്ട് വിശ്വസ്തനെ പിണറായി വിജയൻ കൈവിട്ടു? അതിന് വൈദേകം മാത്രമാണോ കാരണം? ഇ.പി.ക്കും മുഖ്യമന്ത്രിക്കും ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയണം ശ്രീജിത്ത്. അതുകൂടി ശ്രീജിത്ത് പറയണം. വാർത്തയുടെ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് അതേ കാര്യങ്ങൾ തന്നെയാണ്.